ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഈസ്റ്റർ ഡേക്ക് എടുത്തൊരു കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ പാലും കുറച്ച് മുട്ടയും പിന്നെ ചുണ്ണൂനും എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതാണ്. ഈസ്റ്ററായിട്ട് നമ്മൾ ഇപ്രാവശ്യം വീട്ടിൽ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല, കാരണം കുഞ്ഞിനമ്മയ്ക്കും വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഒന്നും വാങ്ങിയില്ല. വിഷുവിന് അതും കൂടി ചേർത്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അതേ രാവിലെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചുണ്ണൂന് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ്. പാറൂന് ഇന്ന് ഓൾറെഡി വർക്ക് ഉണ്ട്, അതുകൊണ്ട് അവൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവൻ എന്ത് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇവന് പഴം വറുത്തത് ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു, നെയ്യിൽ വറുത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ അതും കുറച്ച് തണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ പിന്നെ ഈ ചൂടുകാലത്ത് തണ്ണിമത്തം കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ അവൻ അത് രണ്ടും കൂടി അവൻ്റെ ഈ കുട്ടി പ്ലേറ്റിലാക്കി കൊടുത്തു. ഈ ഒരു പ്ലേറ്റ് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഒരു ആനക്കുട്ടിയുടെ. അവൻ ഇഷ്ടപ്പെട്ട് അവനായിട്ട് എന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ കട്ടൻ ചായ കൊടുത്തെങ്കിലും അവൻ കുടിച്ചില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് വെച്ചത്. പക്ഷെ അവനത് കുടിച്ചില്ലായിരുന്നു. പക്ഷെ തണ്ണിമത്തനും കൊടുത്ത പഴം വറുത്തതും നല്ല അടിപൊളിയായിട്ട് ഫുള്ളും കഴിച്ചിട്ടുണ്ട്. അവർക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പഴം വറുത്തത് വീണ്ടും വീണ്ടും വേണമെന്നും പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഞാൻ വീണ്ടും വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും കഴിച്ചാൽ മതി, എനിക്ക് കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ ഇവന് കൊടുക്കാവൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പഴം വറുത്തതും ഈ ഒരു തണ്ണിമത്തനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ഇങ്ങനെ ഫുഡ് അടിയൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരും. ഇവൻ കഴിക്കുന്നത് മാത്രമല്ല, ഇവൻ എനിക്ക് വേണമെന്നും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ചെറുതായിരുന്നപ്പോൾ കൊടുത്ത് നമ്മളെ കഴിപ്പിക്കാറായി. പെട്ടെന്ന് വളരാട്ട് പിള്ളേരൊക്കെ. ഇവൻ്റെ വളർച്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്, കാരണം ഇങ്ങനെ കൊഞ്ചിച്ച് നമ്മൾ കൊതി തീരാത്ത പോലെ തോന്നും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പാറുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട് പണിയുടെ കറണ്ട് അപ്ഡേഷൻ അതാണ്. അപ്പം ഞാൻ അതൊന്ന് നോക്കി നിൽക്കണം. ഇടയ്ക്ക് എനിക്കൊരു സ്വഭാവം ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി നിൽക്കൽ. പിന്നെ ചിമ്മുവിന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കാൻ കിട്ടിയെങ്കിലും അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ദേ ഒരു മോട്ടിവേഷണൽ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ആ കാണുന്നത്. അവന് ഞാനും കൂടി ഇരുന്നിട്ട് അത് നോക്കുവാണ് ഇരുന്നിട്ട്. ഇത് നല്ലൊരു കുപ്പിയാട്ടോ. നിങ്ങൾ വെള്ളം കുടിക്കണം എന്നുള്ള മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. കാരണം ഇതിൽ വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ.